അതെ നിന്റെ ഭർത്താവിനെ അങ്ങേരുടെ മനസ്സിൽ നീ അല്ലാതെ ഒരൊറ്റ മനുഷ്യനില്ല, അതെനിക്ക് ഉറപ്പാണ്. അത്രയും ശുദ്ധനായ മനുഷ്യനാ. അതെനിക്ക് ഉറപ്പാണ്. ഉറപ്പാണ്. എനിക്കറിയാലോ. അല്ല പിന്നെന്തിനാ നീ എന്റെ പിള്ളേരുടെ കുമ്പിച്ച് അങ്ങനെ കളിയാക്കുന്നത്? അതെന്താന്ന് വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഡോസ് കൊടുത്തില്ലെങ്കിലേ മനുഷ്യന് അഹങ്കാരം വന്നാലോ നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവാണ്. എല്ലാം സുഖമായിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് തലയ്ക്കകത്ത് ഇത് വരും. അപ്പൊ എന്റെ തലയുടെ മേളിൽ കയറുന്നത് ഡാൻസ് ചെയ്യും. അതില്ലാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൊട്ട്. ഭയങ്കര ബുദ്ധി തന്നെ അടിയുടെ തല. പിന്നെ അല്ല, ഇതൊന്നും വെയില് കൊള്ളിക്കരുത്. ഇല്ല പുറലോകം കാണിക്കാതെ എങ്ങനെ വെച്ചേക്കാണ് മൂടി ബുദ്ധി. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങാനും അടിച്ചിറക്കിയാ പോലും രവിയേട്ട എന്നെ വിട്ടു പോവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെനിക്കും അറിയാടി, അങ്ങനെ ഒരു മണവുണാഞ്ചനാന്ന്. അതെ, വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് ചെടികൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവരത്തുന്നത് എത്ര കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഓർക്കിഡ് അവിടെ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞ സാധനം എന്ത് കൊണ്ടുവരാത്ത എന്തോ ഇതൊന്ന് ഊട്ടി തന്നെ എവിടെ പോയി? ഒരു കാര്യം പറയാം. മെനക്കേടായാലും എന്ത് വിളിയ കാര്യം? അളിയ എല്ലാം കുളമാക്കിയല്ലോ അളിയ. ഞാനെന്താ കുളമാക്കി? എന്തോ കുളമാക്കിയെന്നാ അളിയൻ ആരാ പറഞ്ഞത്? സുമല എന്നെ വിളിച്ചത് വയലെടുക്കാനാണെന്ന്. എന്റെ അളിയൻ എവിടെ നിന്ന് പപ്പ അടിക്കുമ്പോഴേ അളിയനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, വയലെടുക്കാൻ വേണ്ടിയാന്ന്. അല്ലെങ്കിൽ അളിയനും പെണ്ണുപിള്ളയുടെ അടി കിട്ടിയെന്ന്. അതെ, ഞാൻ സത്യം പറയുമായിരുന്നു. അപ്പോഴാണ് അളിയും വയലെടുക്കാനെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിപ്പോ മണിയത്ത് സത്യം പറയാൻ പറ്റൂല. സുമലനെ വിളിച്ച അതിലല്ല, വേറൊരു കാര്യത്തിനായിരുന്നു. വേറെ കാര്യങ്ങൾക്ക് വിളിക്കാറുണ്ട്. അതല്ലെന്ന്. അതെ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നിലവിളക്ക് അതൊന്നും സുമലതയ്ക്ക് നാളെ എടുത്ത് കൊടുക്കണം. അതിനാ സുമലത വിളിച്ചത്. അത് ശരി. അപ്പൊ അളിയൻ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി സുമലതയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലേ? എന്റെ മണിക്കൂട്ട അതല്ല. അത് ശരിയായ കാര്യമല്ല അളിയ, അതൊന്നും ശരിയായ കാര്യമല്ല. ഞാൻ പറയണ കേക്ക്. മണിക്കൂട്ട നാളെ സുമലതയുടെ വീട്ടിലൊരു പൂജയുണ്ട്. അപ്പൊ ആ പൂജയ്ക്ക് ഒരു നിലവിളക്ക് വേണം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ വിളക്കുണ്ട്, അത് ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ മണിയെടുത്ത് പറയാൻ വന്നപ്പോഴാണ് അളിയൻ പറഞ്ഞത് ഫയലെടുക്കാൻ വേണ്ടിട്ടാണെന്ന്. അല്ല ഞാൻ അറിഞ്ഞു ഇത് പിന്നെ നിലവിളക്കിനാണോ ഫയലിനാണോ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? അതെ, എനിക്ക് സുമലതയുടെ അടുത്ത് ഇല്ലെന്ന് പറയാൻ പറ്റൂല, പക്ഷെ മണി അറിയാതെ എടുത്ത് കൊടുക്കാനും പറ്റൂല. അപ്പൊ അളി എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴേ മണിക്കൂട്ടെ ആ വിളക്കൊന്നെടുത്ത് എന്റെ വെളിയിൽ കൊണ്ടുവന്ന് തരണം. അത് നടക്കത്തില്ല, അത് ഞാൻ എടുത്തു തരത്തില്ല. അളിയാൻ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓഫറുകൾ കൊടുത്തിട്ട് അതിനെല്ലാം കൂടെ ഞാൻ വേണോ? കണ്ട പെണ്ണുങ്ങൾ ഓഫർ ഉള്ളതാ? അല്ല, ഞാൻ അതിന് കള്ളനെ വേണോ? ഞാൻ പറയട്ടെ, ഇതിന് കള്ളത്തരമൊന്നുമില്ല. ഇത് കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞു വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴി ഞാൻ വഴി പറഞ്ഞുതരാം. അളിയൻ ഇപ്പൊ തന്നെ സുമലതയെ വിളിച്ചിട്ട് പറ, നിലവിളക്കിന്റെ കാര്യം നടക്കത്തില്ല, വേറെ നോക്കാൻ പറ. അത് പറ്റൂല. അതെ, ഞാൻ ഏറ്റുപോയ കാര്യമാണ്. അപ്പൊ അത് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സുമലതയും ഞാനും തമ്മിൽ തെറ്റും. ഓഫീസിലൊക്കെ നാണക്കേടാവും. ഞാൻ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ല എന്ന് പറഞ്ഞ് സ്റ്റാഫുകളെല്ലാം അറിയും. മണി അറിഞ്ഞെടുത്ത് കൊടുക്കാനും പറ്റൂല ഇനി, അതല്ലേ പ്രശ്നം. അപ്പം അളിയൻ എടുത്ത് തന്നേ പറ്റുള്ളൂ. പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അളിയ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതെല്ലാം ഞാൻ സാധിച്ചു തരും. പക്ഷെ ഇക്കാര്യം നടക്കത്തില്ല. അത് നടന്നേ പറ്റുള്ളൂന്ന്. മണിക്കൂട്ടൻ വിചാരിച്ച മാത്രമേ ഇത് നടക്കുള്ളൂ, അല്ലാതെ ഇവിടെ പറ്റൂലെന്ന്. പിന്നെ ഇത് മോഷണമൊന്നും അല്ലല്ലോ, ഒരു ദിവസത്തെ കാര്യമല്ലേ. ഞാൻ വാക്ക് കൊടുത്തു സുമലതയ്ക്ക്. തിരിച്ചു കൊണ്ടുവരുമല്ലോ. പിന്നെ മറ്റന്നാ രാവിലെ കൊണ്ടുവരും. ശരിയാത്തില്ല മണിക്കൂട്ട, എനിക്കറിയാം അളിയന് എന്നോട് സ്നേഹം ഉണ്ടെന്ന്. അല്ല, അളിയന് ഇനി ഒരു പക്ഷേ അവളുമായിട്ട് വേറെ ബന്ധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കുടലുമാല പുറത്തെടുക്കും. മണിക്കൂട്ടം അറിയാമോ, എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് എന്റെ മനസ്സിൽ ഈ മണിക്കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാകണ്ട. പിന്നെ ഞാൻ ഇന്ന് വരെ മണിക്കുട്ടി ഒരു കാര്യം കള്ളവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം മണിക്കൂട്ടം നാളെ ഞാൻ പോകുമ്പോ ഈ വിളക്കെടുത്ത് തന്നേ പറ്റും. കൊളളിയാക്കെ ഓക്കെ? അപ്പൊ ഓക്കെ, ശരി. ഓ ഇതുപോലൊരു പുഴുങ്ങനെയാണല്ലോ ഞാൻ എന്റെ പെങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. പാവം.
അയ്യോ അളിയാ സുമ